അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അത്ഭുത നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനും അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ഹലാലായ ഉദ്ദേശം അള്ളാഹുവിനോട് നിങ്ങൾക്ക് പറയാനുമുള്ള ഒരു മാർഗത്തെക്കുറിച്ചാണ്. ഇതുപോലെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ളവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. അതുപോലെ ഇതിൽ പറയും പോലെ കറക്റ്റായിട്ട് അതുപോലെ ചെയ്താൽ അതിൻ്റേതായ ഫലം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ഒരു ആഗ്രഹം അള്ളാഹുവിനോട് പറയുമ്പോൾ അതിൻ്റേതായ അദബുകൾ പാലിച്ചിട്ട് നമ്മൾ ചെയ്യണം. എന്നാലേ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിശ്വാസം വേണം. നമുക്ക് ഇതുപോലെ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും എന്ന ഉറച്ച വിശ്വാസം വേണം. അതുപോലെ ദുആ ചെയ്യുമ്പോൾ താഴ്മയോട് കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, നമ്മുടെ ആഗ്രഹം എന്താണോ അത് 3 വട്ടം എടുത്തെടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്നാൽ അള്ളാഹു നമ്മുടെ ദുആ ഉറപ്പായിട്ട് സ്വീകരിക്കും. അതുപോലെ ഉളുവോട് കൂടി കിബിലക്ക് മുന്നിട്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു അത്ഭുത ഹാജത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്. ഈ ഒരു ഹാജത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെക്കണം. ഈ ഒരു ഹാജത്ത് നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വേണം. ഉറപ്പായിട്ടും അള്ളാഹു സ്വീകരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ആ ഒരു സമയത്ത് ഹലാലാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു സാധിപ്പിച്ചു തരും, അല്ലെങ്കിൽ അത് പിന്നീട് ഒരിക്കലും സാധിപ്പിച്ചു തരും. അഥവാ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹു തീർച്ചയായിട്ടും സാധിപ്പിച്ചു തരും. എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു നിസ്കാരമാണ് ഈ ഒരു നിസ്കാരം. നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടും. പലരുടെയും പ്രശ്നമുണ്ട്, അള്ളാഹു ദുആ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. നമുക്ക് ഹലാലായ സമയത്ത് അള്ളാഹു നമുക്ക് തരുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കൈവിടില്ല. നമ്മൾ എത്ര പ്രയാസത്തിലായാലും നമുക്ക് എന്തുണ്ടെങ്കിലും അള്ളാഹു ഉണ്ട് കൂടെ. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. നിങ്ങൾക്ക് ഒരു ഹലാലായ ഒരു വലിയൊരു ആഗ്രഹം നിങ്ങൾക്ക് നിറവേറാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ രോഗം മാറ്റിത്തരാനായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര വലിയ ആഗ്രഹമായിക്കോട്ടെ, ഹലാലായ ഒരു ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിസ്കരിക്കുക. നിങ്ങൾക്ക് അർദ്ധരാത്രി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. ഞാൻ തഹജ്ജുദ് കഴിഞ്ഞ സമയങ്ങളിൽ നിസ്കരിക്കാറുണ്ട്. ഇടയ്ക്ക് മഗ്‌രിബിന് ശേഷം നിസ്കരിക്കാറുണ്ട്, ഇശാഇന് ശേഷം നിസ്കരിക്കാറുണ്ട്. ഞാൻ അധികവും മഗ്‌രിബിന് ശേഷവും തഹജ്ജുദിൻ്റെ ശേഷവുമാണ് നിസ്കരിക്കാറ്. നിങ്ങൾ 4 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. ഹാജത്തിൻ്റെ നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ 4 റക്അത്ത് ഖിബിലക്ക് മുന്നിട്ട് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെക്കുക. മനസ്സിൽ നമ്മുടെ ആഗ്രഹവും നമ്മൾ നിയത്ത് വെക്കണം. എന്നിട്ട് 4 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുക. എന്നിട്ട് 1-ാമത്തെ റക്അത്തിൽ വജ്ജഹ്തു ഫാത്തിഹയ്ക്ക് ശേഷം 10 ഖുൽഹു അല്ലാഹു അഹദ്. അതുപോലെ 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 20 ഖുൽഹു അല്ലാഹു അഹദ്. 3-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 30 ഖുൽഹു അല്ലാഹു അഹദ്. 4-ാമത്തെ റക്അത്തിൽ 40 ഖുൽഹു അല്ലാഹു അഹദ്. ഇങ്ങനെ നിങ്ങൾ ഹാജത്ത് നിസ്കരിച്ച് കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് സലാം വീട്ടിയ ശേഷം നിങ്ങൾ 129 തവണ യാ ലത്തീഫ് എന്നുള്ള ദിക്ർ ചൊല്ലുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളി. ഉറപ്പായിട്ട് നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ നിസ്കരിക്കുക. എന്നിട്ട് പിറ്റേത്തെ ആഴ്ചയിൽ നിസ്കരിക്കുക. അള്ളാഹു നിങ്ങളെ കാണും, ഉറപ്പാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ആയ ഒരു ടിപ്സാണ്. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലമുണ്ടാവും. ഇതുപോലുള്ള ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.